നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അങ്കമാലിക്കും മലയാറ്റൂരിനും കാലടിക്കും ഇടയിൽ ചെറു ഗ്രാമമായ തുറവൂരിലെ പഞ്ചായത്ത് പ്രസിഡന്റും യുവ തുർക്കിയുമായ ശ്രീ MP മാർട്ടിനോടൊപ്പമാണ്. അടുത്ത 5 വർഷക്കാലം മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ നേരിടാൻ സാധ്യതയുള്ള, നമ്മുടെ പഞ്ചായത്ത് പ്രദേശം നേരിടാൻ സാധ്യതയുള്ള വെല്ലുവിളികളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ ആ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? എങ്ങനെ പഞ്ചായത്ത് നേരിടുന്ന കുറേയധികം വെല്ലുവിളികളുണ്ട്. മുന്നോട്ട് വരാൻ ഇപ്പോ ഒരു പ്രധാനപ്പെട്ട, ഞാൻ ഇപ്പൊ ഗ്രാമസഭകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതാ, ഗ്രാമസഭകളിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രശ്നമാണ് തെരുവ് നായ പ്രശ്നം. ഈ തെരുവ് നായ പ്രശ്നം സ്കൂളിന്റെ HMs, സ്കൂളിന്റെ PTA ഭാരവാഹികൾ, അതേപോലെ തന്നെ സ്കൂളിലെ ടീച്ചേഴ്സ്, രക്ഷകർത്താക്കൾ, അതേപോലെ തന്നെ സാമൂഹികമായി ബന്ധപ്പെടുന്ന ആളുകൾ ഒക്കെ നമ്മൾ സമീപിക്കും. ഒരു കൂട്ടം നായ്ക്കളാണ് ഒരു സ്കൂളിന്റെ കോമ്പൗണ്ടിൽ വന്ന് രാത്രി കാലങ്ങൾ നിൽക്കുകയും വലിയ സാമൂഹിക പ്രശ്നമാണ്. ഈ സാമൂഹിക പ്രശ്നത്തിന് പരിഹാരം കാണാൻ പഞ്ചായത്തിന് ABC പ്രോഗ്രാം മാത്രമേ ഇപ്പൊ മുമ്പിലുള്ളൂ. പിന്നെ നായ്ക്കളെ പിടിച്ച് സംരക്ഷിക്കുന്ന മാർഗവും. ഇത് രണ്ടും നമ്മൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നിയമപരമായ പ്രശ്നം അതിന്റെ പുറകിലുണ്ട്. അതേപോലെ തന്നെ പരിഹരിക്കാൻ കഴിയുന്ന ക്രമീകരണത്തിന്റെ ഫെസിലിറ്റിയെ കുറിച്ചുള്ള പ്രശ്നവും നമ്മുടെ മുമ്പിലുണ്ട്. ഈ തെരുവുനായ പ്രശ്നത്തിന് പരിഹാരം കണ്ടേ മതിയാവും. അപ്പൊ അതുകൊണ്ട് പഞ്ചായത്ത് സംവിധാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ തെരുവ് നായ്ക്കളുടെ പ്രശ്നമാണ്. പിന്നെ ഇവിടെ ഒരു ഫോറസ്റ്റ് ഏരിയ അല്ല നമ്മുടെ പഞ്ചായത്ത് ഒരു ഗ്രാമീണ പഞ്ചായത്താണ്. ഒരു ഫോറസ്റ്റ്, 2 ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വാർഡുകളാണ്. അത്ര ഇല്ല ശരിയെങ്കിലും ഫോറസ്റ്റ് റിലേറ്റഡ് ആണ്. ബോർഡറുകളായിട്ട് ഫോറസ്റ്റിന്റെ ബോർഡറും പഞ്ചായത്തിന്റെ ബോർഡറും തമ്മിൽ അല്പം ബന്ധമുള്ളതാണ് നമ്മുടെ 1ഉം 2ഉം വാർഡുകൾ. അവിടെ ഈ കാട്ടുപന്നി ശല്യം ഉണ്ട് എന്നുള്ള ഗ്രാമസഭകൾ ആളുകൾ പറയുന്നുണ്ട്. കാട്ടുപന്നി മൂലം ഉണ്ടാകുന്ന ചെറിയ വീടുകളിൽ ഉണ്ടാക്കുന്ന കൃഷി നശിപ്പിച്ചു കളയുന്ന പരാതി വളരെ ഗംഭീരമായിട്ടുണ്ട്. അതിന് ആവശ്യമായ പരിഹാരം കണ്ടെത്തണം. ഈ 2 പ്രശ്നമാണ് പഞ്ചായത്തുകളുടെ മുമ്പിൽ നിൽക്കുന്ന. ഇത് നമ്മുടെ പഞ്ചായത്ത് വേസ്റ്റ് മാനേജ്മെന്റ് മറ്റൊരു പ്രശ്നമാണ്. ഈ 2 പ്രശ്നം, കാട്ടുപന്നിയുടെ പ്രശ്നം നമ്മുടെ പഞ്ചായത്ത് അധികം ഇല്ലെങ്കിലും മറ്റു പഞ്ചായത്തുകൾ അത് രൂക്ഷമാണ്. ഇത് നമ്മുടെ പഞ്ചായത്ത് തെരുവുനായ പ്രശ്നം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. അതേപോലെ 1-2 വാർഡുകളിൽ മാത്രമായിട്ട് അനുഭവിക്കുന്ന പ്രശ്നമാണ് ഈ കാട്ടുപന്നി പ്രശ്നം. അതാണ് നമ്മുടെ മുമ്പിൽ കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന 2 പ്രശ്നങ്ങൾ. പിന്നെയുള്ളത് വേസ്റ്റ് മാനേജ്മെന്റുകളില് നമ്മൾ പ്ലാസ്റ്റിക് മാനേജ്മെന്റ് നമ്മുടെ ഹരിതകർമ്മ സേന അത് വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ചെരുവുകളിലേക്ക് വലിച്ചെറിയുകയും വിജനമായ സ്ഥലത്തേക്ക് കൊണ്ടിടുകയും ചെയ്യുന്ന മനുഷ്യന്റെ ഒരു ഹാബിച്വൽ ആക്ടിവിറ്റി ആയിട്ട് ആളുകൾ അത് കൊണ്ടു നടക്കുകയാണ്. നിയമപരമായി അതിനെ നടപടി സ്വീകരിക്കേണ്ടതും അതിന് ഇല്ലായ്മ ചെയ്യേണ്ടതും പഞ്ചായത്തിന്റെ ഒരു ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് മഴക്കാലം വരുമ്പോൾ നമ്മുടെ ജലാശയങ്ങളിലൊക്കെ ഈ പ്ലാസ്റ്റിക് കയറി കിടക്കുന്ന സാഹചര്യമുണ്ട്. ആളുകൾ കുറച്ചും കൂടി ബോധവാന്മാരായി, ആളുകൾ കുറച്ചുകൂടി പൊതുനന്മയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഉണ്ടാക്കിക്കൊണ്ട് പഞ്ചായത്ത് സംവിധാനത്തോട് സഹകരിക്കേണ്ട ഒരു വിഷയമാണ് ഈ വേസ്റ്റ് മാനേജ്മെന്റ്. സർക്കാർ മാത്രം അല്ലെങ്കിൽ പഞ്ചായത്ത് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു പ്രക്രിയയല്ല. നമുക്കൊരു വേസ്റ്റ് ഇടാൻ ഇന്ന സ്ഥലമുണ്ട്, നമ്മൾ അത് കൊണ്ടുവന്ന് ആ സ്ഥലത്ത് നിക്ഷേപിക്കണം. അല്ലെങ്കിൽ ഇപ്പോ ഹരിതകർമ്മസേന എല്ലാ മാസവും വളരെ കൃത്യമായിട്ട് തന്നെ വന്ന അവരുടെ വീടുകളിലെ സാധനങ്ങൾ വലിച്ചെറിയുന്നതാണ് ഏറ്റവും പൈശാചികമായ ഒരു കാര്യമായി ഞാൻ കണ്ടു. അതൊരു വളരെ പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അപ്പൊ ആ ഒരു വിഷയം കൂടി പഞ്ചായത്തിന് മുമ്പിൽ ഒരു സാമൂഹ്യ പ്രശ്നമായിട്ട് നിലനിച്ച് നിൽക്കുകയാണ്. അതിനാവശ്യമായ നടപടി നമ്മൾ എടുക്കണം. അത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ചു പോകാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഞ്ചായത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ഗവൺമെന്റ് ഒട്ടേറെ ഇപ്പൊ ഈ ഇന്നലകളിൽ നമ്മുടെ പഞ്ചായത്തിൽ വേസ്റ്റ് എടുക്കാൻ ഹരിതകർമ്മ സേന ഉണ്ടായിരുന്നില്ല. പ്ലാസ്റ്റിക് എടുക്കാൻ ഒരു ഏജൻസി ഉണ്ടായില്ല. പ്ലാസ്റ്റിക് നമ്മുടെ വീടുകളിൽ ഒന്ന് കൃത്യമായിട്ട് എടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഇടാൻ ബോട്ടിൽ ബൂത്ത് ഇടാൻ, നമ്മുടെ നാട്ടിൽ ബോട്ടിൽ ബൂത്തുകൾ ഇടാൻ വേണ്ടി ബൂത്ത് സംവിധാനം ഉണ്ടായില്ല. ഇപ്പൊ നമുക്ക് ബോട്ടിൽ ബൂത്തുകളുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നമുക്ക് ഇടാൻ കഴിയുന്ന ആവശ്യമായ സാഹചര്യങ്ങളുണ്ട്. നമുക്ക് വേസ്റ്റ് ബിൻ ഇടാൻ, നമുക്ക് കയ്യിലുള്ള പ്ലാസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ കൊണ്ടുനടാൻ കഴിയുന്ന ബയോ ബിന്നുകൾ നമ്മുടെ നാട്ടിലുണ്ട്.
ഈ ബയോബിനുകൾ നിക്ഷേപിക്കാൻ കഴിയുന്ന പരിഹരിക്കുന്നതിന് പകരം അവിടെ കൊണ്ടുവന്ന് നമ്മൾ ബയോ വേസ്റ്റ് ഇടും, അത് ജൈവ മാലിന്യം കൊണ്ടിടും. ഈ ജൈവ മാലിന്യം കൊണ്ടിട്ട് പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുവന്നിടേണ്ട ബൂത്തുകളെ മലിമിസമാക്കുന്ന പ്രവണത നാട്ടിലാകമാനം ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിന് പഞ്ചായത്ത് എല്ലാ ഗ്രാമസഭകളിലും സാമൂഹികമായി റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ഭാരവാഹികളൊക്കെ വിളിച്ച് പഞ്ചായത്ത് ഒരു വലിയ കോൺവെർസേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെ ഇപ്പൊ മാഷ് നടത്തുന്ന ഇന്റർവ്യൂയിലൂടെയും അത് പ്രതിപാദിച്ച് ഭംഗിയായിട്ട് ജനം ബോധ്യപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് എന്തായാലും അത് പരിഹരിച്ചേ പറ്റൂ. സമൂഹത്തിൽ ഏറ്റവും ഒരു പൈശാചികമായ ഒരു രീതി ഞാൻ കണ്ടിരിക്കുന്നത് ഈ ഭക്ഷണ വേസ്റ്റ് വഴിയിലേക്ക് വലിച്ചെറിയുന്ന രീതിയാണ്. രാവിലെ നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അത് നായ്ക്കളും മറ്റ് പൂച്ച, എലി മുതലായ ക്ഷുദ്രജീവികൾ, ഈച്ച, കൊതുക്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ മഴക്കാലമാകുമ്പോഴേക്കും ഈ രോഗം പരത്തുന്ന രീതിയിൽ വലിയ തോതിൽ മാറാ രോഗം നിങ്ങളെ സമൂഹത്തിൽ പടർന്ന് പന്തലിക്കുന്നതിന് കാരണം ഈ ആളുകൾ ഈ വേസ്റ്റ്, പാഴ്വസ്തുക്കൾ, പ്ലാസ്റ്റിക് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ജൈവമാലിന്യം വഴിയിലേക്ക് വലിച്ചെറിയുക. വിദേശ രാജ്യങ്ങളൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, ഒരു പ്ലാസ്റ്റിക്കോ വേസ്റ്റ് മാലിന്യമോ വഴിയിൽ ആൾക്കാർ നിക്ഷേപിക്കുന്ന രീതിയില്ല. ജനങ്ങൾ തന്നെ അവരുടെ വീടുകളിൽ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക്, ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്ന രീതിയുണ്ട്. അതൊരു പൗരബോധമായി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തോട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്നേഹ പ്രകടനമായി അവരവരുടെ വേസ്റ്റ്, അവരവരുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ്, പാഴ്വസ്തുക്കൾ സംസ്കരിക്കാനുള്ള രീതി ജനങ്ങൾ തന്നെ കണ്ടെത്തും. പ്രത്യേകിച്ച് ഒരു കാർഷിക പശ്ചാത്തലമുള്ള തുറവൂര് പോലുള്ള സ്ഥലത്ത് ഓരോ ദിവസത്തെയും ഈ ഭക്ഷണത്തിന്റെയും അതുപോലെ തന്നെ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് ഒരു ബക്കറ്റിലിട്ട് അല്പം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നല്ലൊരു സ്ലറി, നല്ലൊരു വളമായിട്ടത് മാറും. അത് ചെടികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പച്ചക്കറികൾക്കോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ വളം പോലും വാങ്ങേണ്ടി വരില്ല. ഇടപെട്ട് പറഞ്ഞോട്ടെ, നമ്മുടെ കഴിഞ്ഞ ഭരണസമിതിയിൽ ഞാൻ വൈസ് പ്രസിഡന്റ് ആയ സമയത്ത് 2000 കുടുംബങ്ങൾക്ക് നമ്മൾ ബക്കറ്റ് കമ്പോസ്റ്റ് കൊടുത്തു. പിന്നെ നമ്മൾ ബയോ ബിന്നുകൾ കൊടുത്തു, ബയോ ബിൻ പോർട്ടറുകൾ, അതായത് മണ്ണിന്റെ ബയോ ബിന്നുകൾ ഏകദേശം 500ഓളം കുടുംബങ്ങൾക്ക് കൊടുത്തു. ഇപ്പോ 600 കുടുംബങ്ങൾക്ക് നമ്മൾ ബയോബിൻ ഈ സാമ്പത്തിക വർഷം, കഴിഞ്ഞ സാമ്പത്തിക വർഷം കൊടുത്തു. ഈ നടവിൽ റണ്ണിങ്ങിലായി ഓൺഗോയിങ്ങിനായിട്ടുള്ള ഈ സാമ്പത്തിക വർഷം നമ്മൾ നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതൊക്കെ വിനിയോഗിച്ചാൽ കുറെ അധികം കുടുംബങ്ങളിൽ ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം നടക്കും. പക്ഷെ അത് വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പൊ ഗുണകരമായ രീതിയിൽ പഞ്ചായത്തുമായി സഹകരിച്ച് ആളുകൾ നിന്നാൽ നമുക്ക് ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും. എന്തായാലും ഒരു യുദ്ധമായി അത് പ്രഖ്യാപിച്ച് ജനങ്ങള് അത് സഹകരിപ്പിച്ച് മുന്നോട്ട് പോകണമെന്നാണ് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. തീർച്ചയായിട്ടും വളരെയേറെ വികസന താല്പര്യങ്ങൾ മനസ്സിലുള്ള ഒരു യുവ തുർക്കിയാണ് തുറവൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ സാമ്പത്തിക പരാധീനതകൾ ഉണ്ട് എന്നും മനസ്സിലായി. അതിനേക്കാൾ കൂടുതൽ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും മനസ്സിലായി. അപ്പൊ ഇതെല്ലാം 1 by 1 ആയി വിവിധ സോഴ്സിൽ നിന്ന് ഫണ്ടുകൾ സമാഹരിച്ച് തുറവൂർ പഞ്ചായത്തിനെ നല്ലൊരു വികസന ബാന്ധാവിലേക്ക് നയിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഈ കാലാവധിക്ക് ശേഷവും തുടർന്നും ദീർഘനാൾ തുറവൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് നല്ലൊരു എന്താ പറയുക, ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് നമ്മുടെ പഞ്ചായത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. അതോടൊപ്പം തന്നെ ഒരു ആശംസയോടൊപ്പം ഞാനൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. പഞ്ചായത്തിന്റെ ഭരണ സംവിധാനങ്ങളെ നന്നായി മുന്നോട്ട് പോകുന്നതോടൊപ്പം നമ്മുടെ ഗ്രാമീണതയെ നിലനിർത്തേണ്ടതുണ്ട്. വൈകാരികത നഷ്ടപ്പെട്ട് നഗരവൽക്കരണം ഗ്രാമങ്ങളിലേക്ക് വരുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുക. ഈ നഗരവൽക്കരണം ഗ്രാമങ്ങളിലേക്ക് വരുന്നത് അത്ര നല്ലതല്ല. കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ വൈകാരിക ബന്ധങ്ങൾ, എത്രയോ പവിത്രമായ കുടുംബ ബന്ധങ്ങൾ, സമൂഹ ബന്ധങ്ങൾ, നാട്ടുബന്ധങ്ങൾ, ഇതൊക്കെ നഷ്ടപ്പെടുത്തി മറ്റേ നഗരവൽക്കരണത്തെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ക്രമീകരണം പലരിലുണ്ട്. പക്ഷെ ഈ ഗ്രാമീണതയെ നിലനിർത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഗ്രാമീണതയെ ഉയർത്തിക്കാട്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കും കൂടുതൽ
പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായും അത് തന്നെയാണ് ശരിയായിട്ടുള്ള മാഷിന്റെ നല്ല അഭിമുഖത്തിനും നല്ല ചോദ്യങ്ങൾക്കും ഈ പഞ്ചായത്ത് ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ നല്ല തുണയായിട്ടുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഈ സമയം വിനിയോഗിച്ചതിന് മാഷിന് എല്ലാ നന്ദിയും അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും ഞാൻ നേരുന്നു.